മലപ്പുറം നിലമ്പൂരിൽ താമസിക്കാൻ മതിയായ സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആദിവാസി കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടലില്ലാതെ പട്ടികവർഗ വകുപ്പ് വീട് വെച്ച് നൽകാൻ റിപ്പോർട്ട് നൽകുമെന്ന് ITDP ജില്ലാ ഓഫീസർ ഇസ്മയിൽ വ്യക്തമാക്കി. കുറുമ്പിയമ്മയുടെ വീട് സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. 21 പേർ ചെറിയ വീട്ടിൽ കഴിയുന്ന ദുരവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികൃതരുടെ ഇടപെടലിൽ പ്രതീക്ഷയില്ലെന്ന് കുറുമ്പിയമ്മ 24ഓട് പറഞ്ഞു. ഇത്രേ കൊല്ലങ്ങളും ഇവിടെ തന്നെയല്ലേ ഞങ്ങൾ കടന്നു പോകുന്നത്. ഇന്നും പല കൊല്ലം ചെയ്യോളം ഇവിടെ തന്നെ കിടക്കുക. 10-25 കൊല്ലത്തിന്റെ ഇടയിൽ പേരെ വെച്ച് തരാൻ കഴിയുന്നത്. ഇന്നും അത് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് കഴിഞ്ഞു പോകും. നമുക്ക് തന്നെ അറിയാലോ. അത് പോലെ പറയുമ്പോൾ തന്നെ അറിയാലോ അങ്ങനെയെന്നുള്ളത്. പിന്നെ സ്ഥലം കിട്ടിയതിന് ഒരു തെളിവുമില്ല. പട്ടയം കൊടുത്തുന്നല്ലേ ഉള്ളൂ. അത് അതിൽ പെര വെക്കാൻ പറ്റില്ല. അതൊക്കെ എന്നെ കൊടുത്ത് പേപ്പറുകളെല്ലാം കൊടുത്ത് ശരിയായി വരുമ്പോഴത്തേന് കൊല്ലങ്ങളാവില്ലേ. അപ്പൊ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. വിപിൻ സി വിജയനുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിപിൻ, 88 വയസ്സുള്ള ഒരു അമ്മയടക്കം 21 പേർ ഒരു വീട്ടിൽ പിന്നെ ഒരു ആട്ടിൻകൂട്ടിലുമായിട്ട് കഴിയുന്നു. ആ അമ്മ ഇന്നലെ പറഞ്ഞത് ചിലപ്പോഴേക്ക് ഇരുന്നുറങ്ങുകയാണ്, കിടക്കാൻ ഇടമില്ലാത്തതുകൊണ്ട്. ആ വാക്കുകൾ നമ്മൾ അങ്ങേയറ്റം വേദനയോടുകൂടി കേട്ടതാണ്. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥർക്ക് മാത്രം മനസ്സലിവില്ലാത്തത് എന്തുകൊണ്ടാണ്? അതേ ഗോകുൽ, ഇപ്പോൾ ഈ കുറുമ്പിയമ്മയുടെ ഈ വാക്കുകളിലുണ്ട് അവരുടെ ഒരു നിസ്സംഗത, നിസ്സഹായത. അവർ ഇത്രയും കാലം നേരിട്ട ഒരു അവഗണനയൊക്കെ ആ വാക്കുകളിൽ നിന്ന് തന്നെ കാണാം. കാരണം അവരുടെ ജീവൻ ഇല്ലാതാകുന്നതിന് മുൻപ് ഇനിയൊരു നല്ല രീതിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് ഇപ്പോഴില്ല. കാരണം അവർ അത്രത്തോളം ഓഫീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ 24 ഈ വാർത്ത നൽകിയതിന് തൊട്ടുപിറകിൽ ഇന്നിപ്പോൾ ഈ ITDP, ഈ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള ITDPയുടെ ജില്ലാ ഓഫീസർ ഇസ്മയിലും അതുപോലെ തന്നെ മറ്റൊരു ഓഫീസർ കൂടി അവിടെ എത്തുകയും അവർ പരിശോധിക്കുകയും ചെയ്തു. 5 റേഷൻ കാർഡുകളാണ് ആ വീട്ടിലുള്ളത്. 3 റൂമുകളിൽ ഒരു റൂമിൽ തന്നെ 8 പേരൊക്കെയാണ് അവിടെ കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയുള്ളത്. അതിനാണെങ്കിൽ പ്രത്യേകിച്ച് സ്ഥലവുമില്ല. ഇതവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ ITDP ഇപ്പോൾ പറയുന്നത് ഇവർക്ക് അത്തിക്കൽ എന്നുള്ള സ്ഥലത്ത് അതിൽ 2 മക്കൾക്ക് ഭൂമിയുണ്ട്. അവിടേക്ക് വഴിയില്ല, മറ്റു വൈദ്യുതി സംവിധാനങ്ങളൊന്നുമില്ല. അതൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അവിടെ വീട് വെക്കാം എന്നുള്ളതാണ് ഒരു ഓപ്ഷനായിട്ട് പറയുന്നത്. അത് പട്ടികവർഗ വകുപ്പിനെ അറിയിക്കും. അങ്ങനെ അറിയിച്ച് ഒരു വീട് വെക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ളൊരു വഴി. ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഈ സർക്കാർ നടപടികളൊക്കെ കഴിഞ്ഞ് 1.5-2 വർഷമെങ്കിലും ആകും. ഇപ്പോൾ അടിയന്തരമായി ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ മാറ്റുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഒരു ഉറപ്പും ഇവർക്കൊന്നും നൽകാനില്ല എന്നുള്ളത് എന്തൊരു ഗതികേടാണ് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പട്ടികവർഗ വകുപ്പിന്റെ അടക്കം ഭാഗത്ത് നിന്ന് ഒരു അടിയന്തര നടപടിയും ഈ ഒരു വാർത്ത വന്നിട്ടും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഈ കുറുമ്പിയമ്മയൊക്കെ ഇത്രയും വേദനയോടുകൂടി പറഞ്ഞിട്ടും ഇവർക്കൊന്നും ഇതിന്റെ ഒരു മനസ്സലിവും കാണുന്നില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരും. ഇവരെ ഒരു കുടുംബത്തെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമില്ല. ഈ ഓഫീസർമാർ പതിവ് പോലെ അവിടെ വരികയും അവർ റിപ്പോർട്ട് നൽകുമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ഇനീഷ്യേറ്റീവ് ഉണ്ടാവണമെന്ന് മാത്രമാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മന്ത്രി ഉൾപ്പെടെ ഇതിൽ ഇടപെടുകയും ഇതിലെ 1-2 കുടുംബങ്ങളെ തൽക്കാലത്തേക്ക് ഒരു വാടക സംവിധാനത്തിലേക്ക് മാറ്റാനെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമില്ല, അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, ഓരോ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ അത് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ്. വിപിൻ, നേരത്തെ ഏറനാട് MLA PK ബഷീർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഈ കുടുംബത്തെ താൽക്കാലികമായി ഒരു മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇന്നലെ നമുക്ക് ഉറപ്പ് നൽകിയതാണ്. ഈ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് സാധ്യമാകുന്നില്ലേ? അതല്ല സർക്കാർ ഏജൻസികൾക്ക് പുറത്തു നിന്നുള്ള എന്തെങ്കിലും സഹായം ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുമോ എന്ന നീക്കങ്ങൾ, അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തകരൊക്കെ നമ്മളെ വിളിക്കുകയും അത്തരത്തിൽ എന്ത് സഹായമാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുമുള്ള കൂടിയാലോചനകൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. അവർക്ക് കുറേ ദൂരത്തേക്കും പോയി താമസിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ അകമ്പാടം പ്രദേശത്ത് തന്നെ വാടകയ്ക്കൊക്കെ ഒരു സംവിധാനം ഒരുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പുണ്ട്. അതിൻ്റെതായിട്ടുള്ള വിവിധ പദ്ധതികളൊക്കെ ഉണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിപ്പോഴും ഈ ഒരു പോലെ വരുന്നു. ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ടൊക്കെ ആയി വരുമ്പോഴേക്കും താൻ ഉണ്ടാകുമോ എന്ന വീട്ടുകാർ തന്നെ ആശങ്ക പ്രകടിപ്പിക്കുന്ന അത്രയും ഒരു നിസ്സംഗത ഇക്കാര്യത്തിലുണ്ട്. MLA ഇന്നലെ ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. അക്കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് പരിശോധിക്കേണ്ടതും അതിൽ വരുന്ന ദിവസങ്ങളിൽ അതിലൊരു ഫോളോ അപ്പും വേണ്ടത് തന്നെയാണ്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ ITDPയുടെ ഉദ്യോഗസ്ഥർ വരികയും അവർ റിപ്പോർട്ട് നൽകുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷൻ കാർഡുള്ള 2 മക്കൾക്ക് വീട് വെച്ച് നൽകുക എന്നുള്ള റിപ്പോർട്ടായിരിക്കും അവർ നൽകുക എന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ളത് പക്ഷേ അത്തിക്കൽ എന്നുള്ള ഒരു പ്രദേശത്തേക്കാണ്. അവിടേക്ക്
വഴിയില്ല. വഴി അടക്കമുള്ളവ ഉണ്ടാക്കിയിട്ട് വേണം പിന്നീട് വീടിൻ്റെ മറ്റ് പദ്ധതികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി അതുണ്ടാകും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഈ 21 ആളുകളുടെ ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയോ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതിലേക്ക് കടക്കുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും നിലവിലില്ല എന്നുള്ളതും ഒരു വസ്തുതയായി തന്നെ നിൽക്കുന്നു. ഗോകുൽ. ശരി, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. 88 വയസ്സുള്ള ഒരു അമ്മ അവരുടെ എല്ലാ പ്രതീക്ഷയായിട്ടാണ് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ സുരക്ഷിതമായി സമാധാനമായി സൗകര്യത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നാൽ അത് ഈ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. അടിയന്തരമായ ഇടപെടൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.